30-ാം തീയതി രാത്രിയാണ് പോലീസിന് ഒരു സംശയകരമായ രീതിയിലൊരു സാധനം ഇവിടെ മൂലമറ്റം തേക്കിൻകൂപ്പ് ഭാഗത്ത് കളഞ്ഞായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. കാഞ്ഞാർ SIക്കാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അതിനെ തുടർന്നാണ് പോലീസ് അവിടെ ചെന്ന് പരിശോധിക്കുന്നു, അന്വേഷണം നടത്തുന്നു. തുടർന്ന് 2-ാം തീയതിയാണ് ഈ ഒരു ബോഡി അവിടെ നിന്ന് നമ്മൾ ദുർഗന്ധം വഹിക്കുന്നതായി കണ്ടിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബോഡി നമ്മൾ കണ്ടുപിടിക്കുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് അവിടെ മേലുകാവ് ഭാഗത്തൊരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ഉണ്ടായിരുന്നു. അതിലെ മിസ്സായ ആളുടെ ഒരു ഡീറ്റെയിൽസ് വെച്ച് പരിശോധിച്ചപ്പോൾ അയാളുടെ ബന്ധുക്കളെ വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ബോഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇതൊരു മർഡറാണെന്ന് മനസ്സിലാവുന്നതും അങ്ങനെ സെക്ഷൻ ആഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള നടപടികൾ, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കിയിട്ട് അന്വേഷണം നടത്തുന്നത്. ആ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലാണ് ഇതിലെ മർഡറിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിലെ 8 പ്രതികൾ ഇൻവോൾവ് ചെയ്തതായിട്ടുള്ള മനസ്സിലായിട്ടുള്ളതാണ്. അതിൽ 7 പ്രതികളെയും നമ്മൾ 3-ാം തീയതി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സംഭവം അന്വേഷണത്തിൽ മനസ്സിലായത് 29-ാം തീയതി രാത്രി അന്ന് വൈകിട്ട് അവിടെ മേലുകാവ് എരുമാപ്ര എന്ന സ്ഥലത്തുള്ള പള്ളിയിലെ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ കാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ കൊല്ലപ്പെട്ട ആൾ സാജൻ സാമുവൽ അന്ന് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുന്നൊരവസ്ഥ അന്നിവിടെ ഉണ്ടായിരുന്നു. ഈ തൊഴിൽപരമായ തർക്കങ്ങളും അതുകൂടാതെ ഈ മദ്യം വാങ്ങിച്ചത് ഷെയർ കൊടുക്കാത്തതിലുള്ള ഒരു നീരസവും കാരണം, അതുകൂടാതെ നിങ്ങളിലൊരാളെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണിയും ഒക്കെ ഈ പ്രതികളോട് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ഇവർക്ക് പ്രകോപിതരായിട്ടാണ് പ്രതികൾ അന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ്. അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചറായിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ മർദ്ദിച്ചു. തുടർന്ന് ബോഡി വരിഞ്ഞു കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞു കെട്ടി 30-ാം തീയതി രാത്രിയാണ് ഇവിടെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. 30-ാം തീയതി രാത്രി ഇവിടെ ഒന്ന് അവിടെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അതിനുശേഷം ഈ ബോഡി ഡിസെക്ട് ചെയ്തിട്ട് കൈ വെട്ടി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിങ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തത്. പിന്നീട് പോലീസ് കഡാവർ ഡോഗിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ നടന്നു വരികയാണ്. എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു വരികയാണ്. ഒരാൾ ഒരു 8-ാമത്തെ ഒരു വിഷ്ണു ചെയ്യുന്നൊരു പ്രതി കൂടെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാവർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. പ്രതികളായി ഉൾപ്പെട്ട ആൾക്കാർക്കും ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. മുൻപ് പരിചയമില്ല. ഈ പേജിങ്ങിന് വന്നുള്ള പരിചയം മാത്രമാണോ ഇവർ തമ്മിലുണ്ടായത്? അല്ല, അല്ലാതെയുള്ള ഒരു പരിചയമുണ്ട്. ഈ സാജൻ സാമുവലിൻ്റെ ആ ഭാഗത്ത് ഇവർ പണിക്കായിട്ട് പോയതിനു ശേഷമാണ് അവിടുത്തെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ഏതെങ്കിലും രീതിയിൽ ലഹരി ഇടപാടുകൾ ഇവർ തമ്മിലുണ്ടായിരുന്നതായിട്ട് വല്ല സൂചന? ഇവരുടെ പ്രതികൾക്കിടയിൽ ചില ആൾക്കാർക്ക് മുമ്പ് ലഹരി കേസുകൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുള്ളതാണ്. ലഹരി ഉപയോഗമുള്ളതായിട്ടാണ് അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത്. ചില പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 8 പ്രതികളും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 8 പേർക്കും കൃത്യമായിട്ടുള്ള റോളുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അത് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. 8 പേരുടെ റോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. 8 പേരാണ് ആക്റ്റീവായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികൾ. മറ്റൊരു കാര്യം, ഈ വലിയ സിവിൽ സൊസൈറ്റിയുടെ മറവിൽ വലിയ തട്ടിപ്പ് ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര കേസുകൾ ഇടുക്കിയിൽ മാത്രമേ എത്ര പരാതികൾ? നിരവധി പരാതികൾ വരുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൻ്റെ വ്യാപ്തി ഒന്നുകൂടെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടേ നമുക്ക് കൂടുതൽ നടപടികൾ നമ്മൾ കിടക്കുള്ളൂ. ജില്ലയാകെ ഒരുപാടുണ്ട്. 200-ലധികം പരാതികൾ നമുക്ക് ഏകദേശം റിപ്പോർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ കേസെടുത്ത് വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം വരുന്ന ദിവസങ്ങളുണ്ടാവും.